ഹലോ ഗായ്സ്, ഇന്ന് നമ്മളില്ലേ നമ്മുടെ വീട്ടിലത്തെ മെമ്പേഴ്സ് അല്ലാതെ കുറച്ച് മെമ്പേഴ്സ് പുറത്തുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അവർക്കിന്ന് അവരെ പരിചയപ്പെടാൻ അവർക്കൊന്ന് ഫുഡ് കൊടുക്കാൻ നമുക്കിന്ന് പോവാം. ഇതാണ് കേട്ടോ ലവ് ബേർഡ്സ്. അപ്പം ലവ് ബേർഡ്സിന് നമ്മൾ കോണാണ് കൊടുക്കുക. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ലവ് ബേർഡ്സിന് കൊടുക്കാൻ ഇത്തിരി പേടിയാണ്. എന്താ വെച്ചാൽ അവർ അടുത്തേക്ക് വരും. ഇത് ലുട്ടിനോ ഫീച്ചേഴ്സാണ് പാവാണ് കേട്ടോ. ഇവർ നമ്മുടെ അടുത്തേക്ക് ഉപദ്രവിക്കാനോ അങ്ങനെ ഒന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. മറ്റേത് എനിക്ക് പേടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇവരുടെ വീടൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രീൻ ഫീച്ചേഴ്സ്. ലുട്ടിനോ ഫീച്ചേഴ്സ് അകത്താണ് കേട്ടോ എപ്പോഴും ഉണ്ടാവുക. ഇത് നമ്മുടെ ലവ് ബേർഡ്സ് ആണ് കേട്ടോ. ഇവർ ഭയങ്കര ബഹളമാണ്. പിന്നെ നമ്മളെ അടുത്തേക്കൊക്കെ പോകുമ്പോൾ എപ്പോഴും തുളസി ചോദിച്ചിട്ട് വരില്ല, നമ്മൾ ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ വന്നിരിക്കും കേട്ടോ. അപ്പം ഇവരുടെ വിശേഷങ്ങൾ ഒക്കെ ഇതാണ്. അപ്പോൾ പിന്നെന്താണ്, ഇനിയിപ്പോൾ ഇവർക്കുണ്ടല്ലോ കുറേ ഊഞ്ഞാലും അതേപോലെ തന്നെ കുറേ കൂടുകളും അമ്മ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ പേര് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ വേണ്ടി അടിയിലിങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. അടിയിലിങ്ങനെ ഒളിച്ചിരിക്കുന്നതാണല്ലേ, കണ്ടോ അയ്യോ ഒളിച്ചിരിക്കുകയാണ് കേട്ടോ. അവരിങ്ങനെ കളിക്കും. ഇതുണ്ടോ ഒളിച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മളിങ്ങനെ ഒളിച്ചോ കണ്ടേന്നൊക്കെ പറയുമ്പോൾ ഒളിച്ചിരിക്കും, അങ്ങനെ ഒക്കെ ചെയ്യും കേട്ടോ. പിന്നെ അമ്മ താഴത്തേക്ക് ഇങ്ങനെ കൂടെടുത്ത് വെച്ചിട്ടുണ്ട്. അത് കാരണം എന്താ വെച്ചാൽ കുഞ്ഞ് ബേർഡ്സിന് ഇരിക്കാനാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് അമ്മ ചെറിയ ബേർഡ്സിന് അമ്മ താഴത്തേക്ക് കൂട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ഊഞ്ഞാലുകളും അങ്ങനെയൊക്കെ. ഇത് പിന്നെ ഇങ്ങനെ ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒളിക്കണോ വേണ്ട വെച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഈ കുഞ്ഞിക്കിളി. അപ്പോൾ ഇവർ കളിക്കട്ടെ. പിന്നെ നമുക്ക് അതാണ്ട് ഒളിച്ചു. അപ്പോൾ നമുക്ക് ഇനി ബാക്കി വിശേഷങ്ങൾ നോക്കാം. ഇത് എന്താ പറയുക, ഇതാണ് ലുട്ടിനോ ഫീച്ചേഴ്സ്. ഇവർ ഇങ്ങനെ ഇൻട്രാക്റ്റീവ് ഒന്നുമല്ല. ഇപ്പം 2 പേരാണ്. ഒന്ന് മുകളിലിരിക്കുന്നുണ്ട്, പിന്നെ താഴെ ഒന്നിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, അവിടെ പുറത്തേക്ക് ഇറങ്ങാറേ ഇല്ല. ഒരു അമ്മക്കിളിയാണ്. അത് കുറേ മുട്ടകളൊക്കെ ഉണ്ട്. 3 മുട്ടയുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അങ്ങനെ 1 മാസം കൂടുമ്പോഴാണ് ഇവർ ഇങ്ങനെ വിരിയാന്നൊക്കെയാണ് പറയുക. പക്ഷെ ഇതുവരെ നമ്മുടെ വിരിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവർ കണ്ടോ ഊഞ്ഞാലും അങ്ങനെ ഇവർക്കിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഇതൊക്കെ കമ്പികളും ഇതൊക്കെ അമ്മ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുണ്ടോ ഒളിച്ചിരിക്കുകയാണ്. നമ്മൾ അടുത്തേക്ക് വന്ന് അപ്പം പൂട്ടോ. പിന്നെ നമ്മൾ എത്തി വെക്കും, നമ്മൾ പോയോ എന്ന് എത്തി വെക്കും. പിന്നെ ഇവർക്ക് പനിക്കൂർക്കയും തുളസി ഇട്ട് കൊടുത്താലും ഇവർ കഴിക്കില്ല. ഇവർക്ക് സൺഫ്ലവർ സീഡ്സിൻ്റെ ആണ് ഇട്ട് കൊടുക്കാറ് കൂടുതൽ. മറ്റേ ലവ് ബേർഡ്സിന് നമ്മൾ തേനയാണ് ഇട്ട് കൊടുക്കാറുള്ളത്. കണ്ടില്ലേ അമ്മ ഉണ്ടാക്കി ഊഞ്ഞാൽ കണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതമ്മ പിന്നെ മരം കൊണ്ട് ഉണ്ടാക്കിയ ഊഞ്ഞാലുകൾ അങ്ങനെയൊക്കെ അമ്മ കുറേ ഊഞ്ഞാലുകളൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ കളിക്കും. നമ്മുടെ ലവ് ബേർഡ്സ് കോൺ തിന്നണ കണ്ടില്ലേ? അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത്. അപ്പോൾ അതുകൊണ്ട് അമ്മ അങ്ങനെ വെച്ചെടുക്കാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കിളിക്കൂട്. അപ്പോൾ 2 പേരും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ബായ്. പിന്നെ നമ്മുടെ കിളിക്കൂട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കല്ലേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബായ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ബായ്.